കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ചെന്ന് കിടക്കണ കിടപ്പെന്ന്. ഇയാളുണ്ടല്ലോ ഒരു ജോലിക്കും കൂലിക്കും പോവാതെ എന്നിട്ട് കഷ്ടപ്പെടുത്തുവാ എന്നിട്ട്. കഴിക്കണുണ്ടാ? ഇയാളെ ഉണർത്ത ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഫോൺ. ഒരു പാട്ടിട്ട് കൊടുത്താ. നാഗങ്ങളെ കാട്ടി പട്ടിക്കു വക നേടും പാമ്പാട്ടിയാണു ഞാൻ. തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഇനി വേദിയിൽ പ്രോഗ്രാം ഒരുക്കാൻ അവസരത്തുന്ന കമ്പറ്റി അംഗ ഭാരവാഹികൾക്ക് നന്ദിയെ രേഖപ്പെടുത്തുന്നു. കയ്യടി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. തേങ്ങ അല്ല നീ എന്ത് ഇവിടെ വന്ന എന്റെ പരിപാടി കാണാൻ വന്നതാ? ഇത് എന്റെ വീട്ടിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും നിൽക്കോ? എവിടെയായിരുന്നു ഇന്നലെ? എവിടെയായിരുന്നു? കമ്മറ്റിക്കാർ എന്നെ വിളിച്ച പൂരത്തെറി പറഞ്ഞറിയാമോ നിങ്ങൾക്ക്? കമ്മറ്റിക്കാരെന്ന് പൈസ വാങ്ങിച്ചോണ്ട് പോയിട്ട് നിങ്ങൾ നല്ല പരിപാടി ചെയ്യാതെ എവിടെ പോയി വെള്ളം അടിച്ച് കിടന്നു മനുഷ്യ? സഹൃദയരെ, ഇതാണ് എന്റെ കുഴപ്പം, എന്റെ കൂട്ടുകാരുടെ കുഴപ്പം. ഞാൻ എവിടെ ചെന്നാലും ഇതും ഇതും മസ്റ്റാണ്. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഗണപതി കോവിലിൽ പോയിട്ട് 10 തേങ്ങ അടിക്കാൻ ഞാൻ തന്ന, എന്നിട്ട് നിങ്ങൾ അടിച്ചു. ആ പൈസ എടുത്ത് വെള്ളം അടിച്ചു നിങ്ങളല്ലേ? ഇനി തേങ്ങ പൊട്ടിച്ചാലും പൊട്ടും, കുപ്പി എടുത്താലും പൊട്ടും. ഇതാകുമ്പോ എന്റെ വയറ്റിൽ സേഫ്റ്റിയാണ്. ഈ ഡാൻസ് പഠിപ്പിച്ച ഒരു അമ്മാവനുണ്ടല്ലോ, അയാളെ ഞാൻ കാണാൻ ഇരിക്കുവാ. എന്നെ പറഞ്ഞാ ഞാൻ എന്ത് സഹിക്കും? എന്റെ അമ്മാവനെ പറഞ്ഞാ എടി എന്റെ കലാഗുരുവാണ് അദ്ദേഹം. സഹിക്കൂല അങ്ങനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ. എന്തായാലും എനിക്ക് വയ്യ, എനിക്ക് ജീവിച്ച് മടുത്ത്. എനിക്കിനി ജീവിക്കണ്ട നിങ്ങളെ കൂടെ. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാ. എന്നെ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിച്ചു പോവേണ? അയ്യോ, ഒരു കല്യാണം കഴിച്ചാൽ ഞാൻ ഈ ഗതിയായി. ഇനി അടുത്ത കല്യാണം ഞാൻ കഴിക്കാൻ പോവാനാ. ഞാൻ എന്തായാലും കല്യാണം ഒന്നും കഴിക്കാനല്ല. പറവൂർ എന്റെ ഒരു അനിയത്തി താമസിക്കണുണ്ടല്ലോ, അവളെ കൂടെ പോയി താമസിക്കാൻ പോവുക. അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവിടെ ഞാൻ നിക്കണില്ല. മനസ്സിലായി, തെറ്റല്ല എന്റെ ഭാഗത്താണ്. നീ ഇവിടെ നിൽക്കേണ്ടതാണ്. നീ ഇവിടെ നിന്ന് പോണ്ട. ഞാൻ ഇവിടെ ഇറങ്ങി പൊയ്ക്കോളാം. ഞാൻ പൊയ്ക്കോളാം ഇവിടെ ഇറങ്ങി. ചേട്ടാ, നിങ്ങള് വേറെ കല്യാണം കഴിക്കാൻ പോവേണോ? അല്ല, പാരൂരുള്ള നിന്റെ കല്യാണം കഴിക്കുന്ന അനിയത്തിയില്ലേ, അവിടെ ഞാൻ പൊയ്ക്കോളാം. നിങ്ങളെ എന്നെ ഈ ഗതിയാക്കി എന്റെ അനിയത്തിന്റെ ജീവിതം കൂടെ കുളം താണ്ടാൻ വേണ്ടി നിങ്ങളെ എടുത്ത് എന്റെ അനിയത്തിന്റെ കുടുംബത്തിൽ കയ്യിലിരിക്കുന്നതേ ഭയങ്കര വിലപിടിപ്പാണ്. സ്വർണത്തിന്റെ വിലയാണ്. പറഞ്ഞത് ഇത് തേങ്ങയാണ്. സ്വർണത്തിന്റെ വില അവിടെ കൊണ്ട് വെക്കാനല്ലേ പറ്റുള്ളൂ. തേങ്ങ ഉടച്ച് ചമ്മന്തി അരക്കും ഞാൻ. ഈ തേങ്ങ നിങ്ങളെ തലയിൽ അടിച്ച് ഞാൻ ചമ്മന്തി കൊണ്ടില്ലല്ലേ? എനിക്ക് ഉന്നയില്ലെന്ന് പറഞ്ഞു വീണ്ടും അയ്യോ എന്റെ ദൈവമോ! ഞാൻ ഇവിടുന്ന് വന്ന വഴി കുറെ പിള്ളേരടാ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി. അമ്മാവൻ കുറെ നാളായിട്ടല്ലോ എന്നെ മനസ്സിൽ. അമ്മാവന് ഞാൻ അമ്മാവൻ. നിങ്ങളുടെ അമ്മാവൻ. പെട്ടെന്ന് പറഞ്ഞു ഞാനിപ്പോ എന്തെങ്കിലും കാര്യമുണ്ട് ഇവിടെ വരണ്ടേ? അല്ല അമ്മാവ, അടിപൊളി ഡ്രസ്സാണല്ലോ അമ്മാവ. എന്നാന്നറിയാമോ, ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു ഞാൻ. അപ്പം ഞാന് നമ്മുടെ ബീച്ച് ഫെസ്റ്റിന്റെ അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കണം. അപ്പൊ അവിടെ ചെന്നപ്പം ഒരു സായിപ്പും മദാമയും കൂടെ കുളിക്കാനായിട്ട് അങ്ങ് ഇറങ്ങണം. എന്നിട്ടെന്നാ ഞാൻ ആ സായിപ്പിന്റെ ഡ്രസ്സ് തൊട്ടിട്ട് ഇങ്ങോട്ട് പോന്നു. അല്ല, അപ്പൊ മദാമയുടെ ഡ്രസ് എടുക്കാത്ത എന്തേ? അതൊക്കെ എങ്ങനെയാടാ ഒരു കർച്ചീഫ് മടക്കി വെച്ചേക്കണ പോലെ ഇത്തിരി കോണം താനം. നമ്മള് പോയില്ല. ഇതൊക്കെ എവിടുന്ന് കിട്ടിയടാ? ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്താ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അറിഞ്ഞു എല്ലാ കാര്യങ്ങളും. മുണ്ടൂരിൽ നിന്ന് സഹദേവൻ വാട്സപ്പ് കോൾ ഇതെല്ലാം കാണിച്ചു തന്നു. എന്താ നിനക്ക് ആരെങ്കിലും മുണ്ടൂരിൽ നിന്നിട്ട് വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കൂ? അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ എടാ സഹദേവൻ മുണ്ടൂര്, ഈ പാലക്കാടുള്ള ഒരു സ്ഥലമാണ് മുണ്ടൂര്. അവിടെ നിന്ന് വാട്സപ്പ് കോൾ ചെയ്ത് നിങ്ങൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതറിയാൻ വേണ്ടി വന്നാ ഞാൻ. ഇവിടെ ഭയങ്കര പ്രശ്നം. ഞാനല്ല ഇവിടെ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഞാനുണ്ടല്ലോ ബാക്കിംഗ് സിസ്റ്റിനെ ഇങ്ങനെ അടിച്ചാൽ
തെറിപ്പിക്കും ഞാൻ, അറിയാമോ? അമ്മാവാ, അമ്മാവൻ അറിയാമോ, 8 വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു കാല് കാണാൻ എന്തുമാത്രം കൊതിക്കണമെന്ന് അറിയാമോ അമ്മാവ? ഒരു തൊട്ടിൽ നടുക്ക് കെട്ടി അപ്പുറം അപ്പുറം 2 കട്ടിൽ വിട്ട് കാത്തിരിക്കും അമ്മാവ ഞാൻ ഒരു കുഞ്ഞിനെ കാല് കാണാൻ, ഒരു കുഞ്ഞിനെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടാൻ. അതിന്റെ വിഷമം എനിക്കും ഉണ്ടമ്മാവ. ഇങ്ങൊന്നടാ എടാ, ഈ തൊട്ടില് ആ നടുക്കുന്നെടുത്ത് മാറ്റി വെക്കുക, എന്നിട്ട് 2 കട്ടില് അടുപ്പിച്ചങ്ങിടുക. അപ്പൊ നിനക്ക് കുഞ്ഞിനെ ഇട്ട് ഇങ്ങനെ ആട്ടാൻ പറ്റും. കുറച്ചാൾ കഴിയുമ്പോ കാര്യം പറയിപ്പിക്കരുത്. ഇവക്കാണ് ഈ അനുസരണം എന്ന് പറഞ്ഞ സാധനം ഇല്ല. കല്യാണം കഴിഞ്ഞതിന്റെ അന്നോട്ട് ഞാൻ പറയാണ്, എന്റെ വീട്ടിൽ രാഷ്ട്രീയം പാടില്ല. എന്നിട്ട് ഇവിടെ എന്റെ ധിക്കരിച്ച് ഇവിടെ ഇലക്ഷൻ പോയി വോട്ടിട്ട് കഴിഞ്ഞ ഇലക്ഷൻ. ഞാൻ അങ്ങനെ പോകാതിരിക്കും അമ്മാവ. എന്റെ ഒരു സഹോദരനല്ലേ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അവൻ എന്നോട് വന്ന് പറയുവാണ്, അവന്റെ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്, ചേച്ചി വോട്ടിടാൻ പോയത് ഒരൊറ്റ വോട്ടിന് അവൻ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് അവൻ കെട്ടിത്തൂങ്ങി ചാവുമെന്ന്. അപ്പൊ ഞാൻ വോട്ട് കൊടുക്കണ്ടേ? വോട്ട് കൊടുക്കണം അവന്. വോട്ട് കൊടുക്കണ്ടേ? എന്റെ ഒരൊറ്റ വോട്ടിനെ ജയിച്ചത്. സത്യം. അവനെവിടെ ഇപ്പൊ? അവൻ ഈ ആഹ്ലാദ പ്രകടനത്തിനൊക്കെ പടക്കത്തിനോട് പൊട്ടിത്തെറിച്ച് വീട്ടിൽ കിടക്കുക. എവിടെ ഒറ്റ വോട്ടിന്റെ കാര്യത്തിനല്ലേ സംഭവിച്ചത്? അപ്പൊ നിന്റെ വോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഓടിപ്പിടിച്ച് അമ്മ ഇവിടെ കയറി വരേണ്ട വല്ല കാര്യം? ഇവിടുത്തെ പ്രശ്നങ്ങളെ എനിക്ക് അറിയേണ്ടത്. അല്ല അമ്മാവന് പണിക്ക് പോണ്ടേ? ഞാൻ ഇന്ന് പണിക്ക് പോയതാണ്. ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് അതെന്ത് വേണ്ടെന്ന് വെച്ചത്? ഞാൻ പണിക്ക് പോയപ്പോഴത്തേക്ക് ഒരു പട്ടി ഇട്ടുണ്ട് എന്നെ ഓടിച്ചു. അയ്യോ, ആ പട്ടി ഓടിച്ചു. ഞാൻ മതിലെ ചാടി കയറി, മതിലേന്ന് പിന്നെ പട്ടി എന്റെ പുറകെ ചാടി കയറി. ഞാൻ അവിടുന്ന് ചാടി ഇറങ്ങിയപ്പോ പട്ടി എന്റെ പുറകെ ചാടി ഇറങ്ങി എന്നെ കടിക്കും പറഞ്ഞപ്പോ എന്റെ ബിഗ് ഷോപ്പറിൽ മറ്റേ വീതുലി ഉണ്ടല്ലോ, അത് ഞാൻ അടുത്ത് ഒരു കീറങ്ങ് കീറി. പട്ടി അപ്പൊ തീർന്നു. പട്ടി ചത്തേക്ക് പിന്നെ പണിക്ക് പോയിക്കൂടായിരുന്നു അമ്മാവനെ? അതെങ്ങനെ? ആ പട്ടിക്ക് കൂട് പണിയാൻ വേണ്ടി എന്നെ വിളിച്ചേക്കണം, മനസ്സിലായി? പിന്നെ ചത്ത പട്ടിക്ക് എന്തിനാടാ കൂട്? ഞാൻ അമ്മ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലായിക്കൂടെ? എനിക്കാണെങ്കിൽ ഇനിയിപ്പോ പറയാം. ഇവിടെ ഈ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം. നീ വന്നേ മോളെ എന്നാ ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇത് ഒരു കുടുംബമാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു കാര്യം പറയട്ടോ. എന്താ മോളെ? എന്റെ ഈ വീടൊന്നും നോക്കിയാണ് അറച്ച് മാറാമ്പലാണല്ലോ. അതല്ല, ഏത് നേരം വേണോ നിലമ്പത്ത. എന്തടാ ഒരു വീടെന്ന് പറയുമ്പോ അതിനൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ കൊടുക്കണ്ടേ നമ്മള്? എന്റെ അമ്മാവ ഈ വീട് ശരിയാക്കാൻ വേണ്ടിട്ട് നമ്മളെ മെമ്പറെ കാണാൻ ഞാൻ പോയി. മെമ്പർ എന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ ചോദ്യം, എന്താ ഈ കൈവശം കൊടുത്ത സർട്ടിഫിക്കറ്റ് കൊണ്ടുവരായി. ഈ കൈവശത്തിന് എവിടെയാണ് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്? എടാ, കൈവശ സർട്ടിഫിക്കറ്റ് അല്ല, പിന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ആ ഒരു സാധനം അത് കൊടുക്കണം. പിന്നെ ഞാൻ ഇനി ഒരു തന്നെ കാല് പിടിക്കാൻ ഞാൻ പോകൂല. നീ കാല് പിടിക്കേണ്ട, കൈ പിടിച്ചോ എങ്ങനെയെങ്കിലും ജീവിക്കാന്നല്ല. ഞാനൊരു കലാകാരനാണല്ലോ, എനിക്ക് ഡാൻസ് ഉണ്ടല്ലോ. ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ആയ കാലത്ത്. പിന്നല്ലാതെ ഇഷ്ടംപോലെ പരിപാടി എനിക്ക് വരും. ഈ പരിപാടിയുടെ പൈസ എടുത്ത് ഞാൻ വീട് ശരിയാക്കിക്കോളാം. അങ്ങനെ ശരിയാക്കണം. പിന്നല്ലാതെ ഇനി ഇപ്പൊ കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. മാമൻ വേണം. അമ്മാവ് ഉണ്ടെങ്കിൽ അമ്മാവന്റെ 2 സ്റ്റെപ്പും പഠിച്ച പുതിയ പരിപാടി കിടക്കാൻ എനിക്ക്. അത് നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ഇനി കുറച്ച് ആള് അങ്ങ് ജീവിക്കണം എന്ന് മാത്രമേ. ഇതെന്നതാണോ അടിക്കണത്? അയ്യോ, ഹലോ, എന്തുണ്ട്? പുതിയ ഫോണാണ്. ഇല്ല, ഞാൻ എന്റെ ബന്ധുവിന്റെ വീട്ടിലൊന്ന് വന്നതാണ്. ഓക്കെ ഞാൻ വിളിക്കാം. മാമാ, ഈ പുതിയ ഫോൺ എവിടുന്ന്? ഇത് മറ്റേ ഇതെങ്ങനെ കിട്ടിയ അമ്മാവന്? ഞാൻ ഓടി മേടിച്ചതല്ലടാ ഇത്. ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് മേടിച്ചതല്ലേ. ഈ കാലും കൈയും വയ്യാത്ത അമ്മാവ് ഓട്ട മത്സരത്തിൽ ഓടിയെന്നാ? എടാ, നമ്മുടെ ഈ ടൗണിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓട്ട മത്സരം ഉണ്ടായിരുന്നല്ലോ. അതില് ഞാൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചാണിത്. അത് ഞാൻ തരൂല. ഒരുപാട് പേരുണ്ടായിരുന്ന ഓടായി? ഇല്ല. പിന്നെ ഞാന് മൊബൈലിന്റെ ഓണറ്, 2 പോലീസുകാര്. ഈ നിമിഷം ഇപ്പൊ ഈ വീട്ടിൽ ഇറങ്ങിക്കോളണം. ഞാൻ ഇറങ്ങൂല. എന്താ? എടി ചുറ്റും പോലീസാടി. അമ്മ